ഗുഡ് ഈവനിങ്. ഇപ്പോ നമുക്ക് മാത്സ് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. എന്റെ വോയിസ് ഓഡിബിൾ ആണോ? ഹലോ ഹലോ കേൾക്കാൻ ചേച്ചി, കേൾക്കുന്നുണ്ട്. ഇന്നലെ പറഞ്ഞിരുന്നു നമ്മൾ CAD യൂട്ടിലിറ്റീസ് നോക്കിയിട്ട് അതിനുശേഷം മാത്സിലേക്ക് കയറുന്നതാണ്. ഇന്നലെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. നമുക്ക് ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് ജസ്റ്റ് ബ്രഷപ്പ് ചെയ്യാം, എന്നിട്ട് CAD യൂട്ടിലിറ്റീസിന്റെ പോർഷൻ എടുക്കാം. ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ആർട്ടിടെക്ചർ ഡ്രോയിങ്ങിന്റെ ഒരു കോപ്പി വേണം, സ്ട്രക്ചറൽ BC ലേഔട്ടിന്റെ കോപ്പി വേണം. BC ലേഔട്ട് എന്ന് പറഞ്ഞാൽ ബീം കോളം ലേഔട്ട് ആണ് ഉദ്ദേശിക്കുന്നത്. ആർട്ടിടെക്ചർ ഡ്രോയിങ്ങിന് എല്ലാ എലമെന്റ്സും നമുക്ക് ആവശ്യമില്ല. അതായത് ഇപ്പോ ഇൻഡോർ പ്ലാന്റ്സ് അല്ലെങ്കിൽ റൂമിൽ ഫേർണിച്ചേഴ്സ് ഒന്നും നമുക്ക് ആവശ്യമുള്ളതല്ല. അതെല്ലാം എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയണം എന്ന് ഞാൻ പറയില്ല, ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ നമ്മൾ വേണ്ട കാര്യം എന്ന് വെച്ചാൽ വോൾ കറക്റ്റ് ആയിട്ട് ഒരു ലെയറിലായിരിക്കണം. അപ്പോൾ പല സൈസിലെ വോൾ ഉണ്ടെങ്കിൽ ഡിഫറെന്റ് ലെയർ നെയിം യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ല ഒറ്റ സൈസ് ഉള്ളൂ അല്ലെങ്കിൽ ഒറ്റ ടൈപ്പ് ഉള്ളൂ, ഇപ്പോൾ മെറ്റീരിയൽ മാറുവാണെങ്കിലാണ് ഏറ്റവും നമ്മൾ ലെയർ നെയിം മാറ്റേണ്ട ആവശ്യം വരുന്നുള്ളൂ. മെറ്റീരിയൽ സെയിം ആണ്, എല്ലാം ബ്രിക്ക് വോൾ ആണെങ്കിൽ ഒരു ഇപ്പോ സിമെന്റ് ബ്ലോക്കിന്റെ തന്നെയാണ് വോള്, ചിലത് സിമെന്റ് ബ്ലോക്ക്, ചിലത് വേറെ ഏതെങ്കിലും മെറ്റീരിയൽ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ഡിഫറെന്റ് ലെയർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആ മെറ്റീരിയൽ ചേഞ്ച് കാണിക്കാൻ അല്ലെങ്കിൽ അതിന്റെ റേറ്റ് മാറുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വേറൊരു ലെയർ നെയിം നിങ്ങൾ കൊടുക്കേണ്ടി വരാം. അല്ലാത്ത കേസിൽ നിങ്ങൾക്ക് ഒറ്റ ഒരു ലെയർ നെയിമിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ വോളിന് ത്രൂ ഔട്ട് ഒരു ലെയർ നെയിം കൊടുക്കുക. ഇപ്പൊ ഓൾറെഡി തന്നിരിക്കുന്ന ആർക്കിടെക്ചർ ഡ്രോയിങ്ങിൽ വോൾ ലെയർ നെയിം തന്നേക്കുന്ന അതേ സെയിം നെയിം നമുക്ക് യൂസ് ചെയ്യുന്നത് പ്രശ്നമില്ല. നമ്മൾ വേറൊരു നെയിം യൂസ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. നമുക്ക് അതിൽ തന്നിരിക്കുന്ന അതേ നെയിം തന്നെ എസ്റ്റിമാക്സിൽ ഇൻപുട്ട് ചെയ്ത് കൊടുക്കാം. സോ ലെയർ മാറ്റി ആ സമയം കളയണമെന്നില്ല. ഇനി ലെയർ മാറ്റി വേണമെന്ന് നിർബന്ധമുള്ള കേസിൽ നമുക്ക് റീനെയിം ചെയ്ത് കൊടുക്കാം. ആ പ്രോജക്റ്റിൽ ആ വോൾ നെയിം എടുത്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റീനെയിം കൊടുത്താൽ അത് വെച്ചിട്ട് നമുക്ക് നെയിം മാറ്റി കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കുന്നതിലും കുഴപ്പമില്ല. അത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ മാത്രമാണ്. എസ്റ്റിമാക്സിന് അങ്ങനെ ഒരു റിക്വയർമെന്റ് വോൾ നെയിംസിന് ഇല്ല. ഓക്കെ, നെക്സ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അതില് ജോയിനറി വേണം. സോ ഫസ്റ്റ് നമുക്ക് ആർട്ട് ഡ്രോയിങ് ഉണ്ട്, അതിൽ വോൾ നെയിം വോൾ എല്ലാം ഒറ്റ ലെയറിലായിരിക്കണം. പിന്നെ ജോയിനറി എല്ലാം ടെക്സ്റ്റിലായിട്ട് ഡിനോട്ട് ചെയ്തേക്കണം. ഈ ജോയിനറിയുടെ തന്നെ ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്യണം. ടേബിളിൽ വേണ്ടത് എന്ന് പറയുന്നത് നെയിം, ലെങ്ത്, വിഡ്ത്ത്, CAD നൊട്ടേഷൻ. ഇത്രയും കാര്യങ്ങൾ ആ ടേബിളിൽ പ്രോപ്പർ ആയിട്ട് കൊടുത്തേക്കണം. ഇപ്പൊ ഡോർ ആൻഡ് വിൻഡോ വെന്റിലേറ്റർ ഓർഡർ മിക്സ് ആയാലൊന്നും അത് പ്രശ്നമില്ല, പക്ഷെ ഡോറിന്റെ കറസ്പോണ്ടിങ് ലെങ്ത്, വിഡ്ത്ത് ആൻഡ് CAD നൊട്ടേഷൻ മിക്സ് ആവാണ്ട് കറക്റ്റ് ആയിട്ട് തന്നെ എൻട്രി ചെയ്തേക്കണം. തേർഡ് ഇമ്പോർട്ടൻറ്റ് തിങ്, നമ്മളുടെ ആ ഡ്രോയിങ്ങിൽ വേണ്ട തേർഡ് ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത് കോളം ഒരു കോപ്പി. കോളത്തിന്റെ എത്ര കോളം ഉണ്ട്, ഇപ്പൊ ഫ്രെയിംഡ് സ്ട്രക്ചർ ആണെങ്കിലാണ് കോളംസ് പ്രസന്റ് ആയിരിക്കുക. കോളംസ് ഉണ്ടെങ്കിൽ കോളംസ് എല്ലാം ആ ഒരു ആർട്ട് ഡ്രോയിങ്ങിൽ പേസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. അതിന്റെ പർപ്പസ് എന്താണെന്നും കൂടി പറഞ്ഞേക്കാം. നമ്മൾക്ക് ഈ ഫ്രെയിംഡ് സ്ട്രക്ചറിന്റെ അകത്താണെങ്കിൽ കോളത്തിൽ നിന്ന് തൊട്ടടുത്ത് നിന്നായിരിക്കും ബ്രിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. സോ എന്താണ്, നമ്മൾ സെൻട്രൽ ലൈൻ വരച്ചു പോകുമ്പോഴത്തേക്കും എവിടെയാണോ കോളം വരുന്നത് ആ പോർഷനിലെ വോളിയം നമുക്ക് റെഡ്യൂസ് ചെയ്യണം. അല്ലെങ്കിൽ എന്താ പറ്റുക, ബ്രിക്ക് ആയിട്ട് അതും ക്വാണ്ടിറ്റി എടുത്തു പോകും. അതേസമയം ബീം കോളം ലേഔട്ട് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെയും ഒരു കോളത്തിന്റെ ക്വാണ്ടിറ്റി എടുക്കും. അപ്പൊ ഡബിൾ ക്വാണ്ടിറ്റി കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആർക്കിടെക്ചർ ഡ്രോയിങ്ങിൽ നിന്ന് കോളത്തിന്റെ ക്വാണ്ടിറ്റി മൈനസ് ചെയ്ത് കളയാനും അതേപോലെ സ്ട്രക്ചറിന്റെ ക്വാണ്ടിറ്റിയിൽ അത് എടുക്കാൻ വേണ്ടിയാണ് BC ലേഔട്ട് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ BC ലേഔട്ടിൽ ഓൾറെഡി ക്വാണ്ടിറ്റി എടുക്കുന്നതുകൊണ്ട് ഇവിടെ അതിന്റെ ആവശ്യമില്ല. ആ പോർഷൻസിൽ നമുക്ക് ബ്രിക്ക് വോള് വേണ്ട, അത് നമ്മൾ റിമൂവ് ചെയ്യുവാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കോളം ആർക്കിടെക്ചർ ഡ്രോയിങ്ങിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ 3 കാര്യങ്ങളാണ് ആർക്കിടെക്ചർ ഡ്രോയിങ്ങിൽ വേണ്ടത്. ഒന്ന്, വോള് പ്രോപ്പറായിട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് ലെയർ ചെയ്തിട്ടുണ്ടാവണം. 2, ജോയിനറീസ് എല്ലാം കറക്റ്റ് ആയിട്ട് കൊടുത്തേക്കണം. 3, കോളംസ് പ്ലേസ് ചെയ്തേക്കണം. ഇനി ഇതല്ലാണ്ട് 4ാമത്തെ അഡീഷൻ വരുന്നത് നമ്മൾ
സ്കാൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഡാറ്റ സ്കാൻ ചെയ്ത് തന്നെയായിരിക്കും എടുക്കുന്നത്, പക്ഷെ അപ്രോച്ച് ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ ഇതില് CAD യൂട്ടിലിറ്റീസ് എന്നാണ് നാലാമത്തെ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. CAD യൂട്ടിലിറ്റീസ് പല ഡിഫറെന്റ് പേർപ്പസിനാണ് കൊടുക്കുന്നത്. അതെന്തൊക്കെയാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. നിങ്ങൾക്ക് അതിന്റെ റെഫറൻസ് ഒരു ഫയലും തരാം. ഓക്കെ, ഒരു ഇമേജ് ഫയൽ തരാം. അതിൽ കറക്റ്റ് ആയിട്ട് ഏത് CAD യൂട്ടിലിറ്റി എന്ത് പർപ്പസിന് യൂസ് ചെയ്തു എന്നുള്ളത് എഴുതിയേക്കാം. ഓക്കെ, ഇനി വോള് വരയ്ക്കുമ്പോൾ അത് ലൈനിലായിരിക്കും വരയ്ക്കേണ്ടത്. പോളിലൈനിലാണെങ്കിൽ, അതായത് നമുക്ക് ലൈൻ ടൂളും ഉണ്ട്, അതുപോലെ പോളിലൈൻ ടൂളും ഉണ്ട്. ഇതല്ലാണ്ട് 2D പോളിലൈൻ 3D പോളിലൈൻ ഒക്കെ ചിലപ്പോൾ ചില ഡ്രോയിങ്സിൽ കണ്ടെന്ന് വരാം. ഇതൊന്നും നമ്മളുടെ എസ്റ്റമാക്സ് ഐഡന്റിഫൈ ചെയ്യില്ല. എസ്റ്റമാക്സിന് വോൾ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ലെയർ നെയിം, അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ലെയർ നെയിമിൽ ലൈൻ വെച്ച് വരച്ചിരിക്കുന്നതായിരിക്കും വോൾ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുക. പോളിലൈൻ വെച്ച് വരച്ചിരിക്കുന്നത് വോൾ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യില്ല. ആ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? പോളിലൈൻ ആയിട്ട് വരച്ചേക്കുന്ന എല്ലാ വോൾ ലൈൻസിനെയും സെലക്ട് ചെയ്തിട്ട് കോമൺ ആയിട്ട് എക്സ്പ്ലോഡ് കമാൻഡ് കൊടുത്താൽ മതി. അത് പോളിലൈനെ ലൈനിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ വോൾസ് വരയ്ക്കേണ്ടത് ലൈൻ കമാൻഡ് വെച്ചിട്ടാണ്. അങ്ങനെ അല്ലെങ്കിൽ അതൊന്ന് സെലക്ട് ചെയ്തിട്ട് എക്സ്പ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഒരു സ്റ്റെപ്പ്, ഇമ്പോർട്ടൻറ്റ് പ്രൊസീജിയർ വരുന്നത്. ഇനി ഇതിനെ കോൺട്രാസ്റ്റ് ആയിട്ട് കോളംസ് വരയ്ക്കുമ്പോൾ അത് ഒന്നില്ലെങ്കിൽ ക്ലോസ്ഡ് പോളിലൈൻ അല്ലെങ്കിൽ റെക്ടാങ്കിൾ ടൂൾ വെച്ചിട്ട് വേണം വരയ്ക്കാൻ. ക്ലോസ്ഡ് പോളിലൈൻസിൽ നിന്നാണ് കോളത്തിന്റെ പെരിഫറൽ ഏരിയ അല്ലെങ്കിൽ സൈസ് എടുക്കുന്നത്. സോ നമുക്ക് അതൊരു ക്ലോസ്ഡ് പോളിലൈൻ തന്നെ എടുക്കണം. വോളിന്റെ കേസിൽ സെൻട്രൽ ലൈൻ പ്ലോട്ട് വരച്ചിട്ട് സെൻട്രൽ ലൈൻ ലെങ്ത് എടുത്തിട്ടാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത്. അതേസമയം കോളത്തിന്റെ കേസിൽ ലെങ്ത് അല്ലെങ്കിൽ വിഡ്ത്ത് ആൻഡ് ഡെപ്ത് ഇത് രണ്ടും മെഷർ ചെയ്തിട്ട് അതിൽ നിന്നാണ് ക്വാണ്ടിറ്റീസ് എടുക്കുന്നത്. സോ വിഡ്ത്ത് ആൻഡ് ഡെപ്ത് സോഫ്റ്റ്വെയർ സ്കാൻ ചെയ്ത് എടുക്കുന്നത് കൊണ്ട് തന്നെ അത് പോളിലൈൻ ആണെങ്കിൽ മാത്രമേ വിഡ്ത്ത് ആൻഡ് ഡെപ്ത് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. വോളിന്റെ കേസിൽ സെൻട്രൽ ലൈൻ എടുക്കുന്നതുകൊണ്ട് ലൈൻ ആയിട്ട് നിന്നിട്ട് അതിന്റെ ഒരു സെൻട്രൽ കൂടെ ഒരു ഓഫ്സെറ്റ് ലൈൻ പോകും. ആ ലൈൻ വെച്ചിട്ടായിരിക്കും കാൽക്കുലേഷൻ പോകുന്നത്. സോ രണ്ട് അപ്രോച്ച് ആയതുകൊണ്ടാണ് രണ്ടിന് രണ്ട് റിക്വയർമെന്റ് വന്നേക്കുന്നത്. ഇനി ടെക്സ്റ്റിന്റെ കേസിൽ, അതായത് ജോയിനറി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് വെച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേക്ക് നമുക്കൊരു സംശയം തോന്നും, ഈ ജോയിനറി വരുന്ന അവിടെയുള്ള വോള് ശരിക്കും വോയിഡ് സ്പേസ് ആയിട്ടല്ല വരുന്നത്. അപ്പൊ അവിടെ എങ്ങനെ വോളിൽ നിന്ന് ആ ഡിഡക്ഷൻ ചെയ്യും എന്നുള്ളതാണ്. അതിനാണ് നമ്മൾ ഈ ജോയിനറിയുടെ സൈസ് ഈ ടേബിളിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ ഈ ജോയിനറിയുടെ പേരും ഈ സൈസും വെച്ചിട്ട് ഓട്ടോമാറ്റിക്കലി അതിലൊരു ഡിഡക്ഷൻ കാൽക്കുലേറ്റ് ആക്കിയിട്ട് വോളിൽ നിന്നും, അതായത് ഇപ്പൊ ഇവിടെ സെൻട്രൽ ലൈൻ ഇതിൽ കൂടി കംപ്ലീറ്റ് വരച്ചു പോവുകയാണെങ്കിൽ വോളിൽ നിന്ന് അത്രയും ക്വാണ്ടിറ്റി ഡിഡക്ഷൻ ചെയ്ത് കാൽക്കുലേഷനിൽ കയറിക്കോളും. ഇനി ഇതിന് രണ്ട് തരം അപ്രോച്ച് ഉണ്ട് എസ്റ്റമാക്സിൽ. ഒറ്റ അപ്രോച്ച് അല്ല, രണ്ട് അപ്രോച്ച് ഉണ്ട്. ഒന്ന് ഈ വിൻഡോന്റെ മേളിൽ കൂടി ലൈൻ സെൻട്രൽ ലൈൻ വരച്ചു പോകുന്ന ഒരു അപ്രോച്ചും ഉണ്ട്. അതല്ലാണ്ട് വരയ്ക്കാണ്ട് പോകുന്ന അപ്രോച്ചും ഉണ്ട്. രണ്ടിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അത് കറസ്പോണ്ടിങ് ടെംപ്ലേറ്റ് അല്ല സെറ്റിംഗ് അനുസരിച്ചായിരിക്കും. ടെംപ്ലേറ്റിന്റെ അകത്ത് എങ്ങനെയാണോ ഇക്വേഷൻ സെറ്റ് ചെയ്തേക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ഫസ്റ്റ് മെത്തേഡ് ആണോ സെക്കൻഡ് മെത്തേഡ് ആണോ എന്ന് ചൂസ് ചെയ്യുന്നത്. ഇപ്പോ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് സെക്കൻഡ് മെത്തേഡ് ആയിരിക്കും. അതായത് വിൻഡോന്റെ അവിടെ കൂടെ ഒരു ലൈൻ ക്രോസ് ചെയ്യില്ല എന്ന രീതിയിൽ. സോ നമ്മള് വോൾ ലൈൻസ് വരയ്ക്കുമ്പോൾ ഞാൻ വോൾ ലൈൻസ് സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. വോൾ ലൈൻസ് വരയ്ക്കുമ്പോൾ വിൻഡോയുടെ പോർഷൻ ഒഴിവാക്കിയാണ് വരയ്ക്കുന്നത്. അത് വരച്ചെടുക്കാൻ വേണ്ടി എളുപ്പത്തിനാണ് നമ്മൾ നടുക്ക് വിൻഡോന്റെ അല്ലെങ്കിൽ ഡോറിന്റെ സൈസിൽ ഇവിടെ ഒരു റെക്ടാങ്കിൾ വരച്ചിട്ട് കൊടുക്കുന്നത്. ഇത് കമ്പൽസറി അല്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലയന്റ് തന്നേക്കുന്ന ഡ്രോയിങ്ങിന്റെ അകത്ത് ഓൾറെഡി വിൻഡോസ് ആൻഡ് ഡോർ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വോൾ ലൈൻസ് അതിന്റെ മേളിൽ കൂടി ക്രോസ് ചെയ്യാതിരുന്നാൽ മതിയാവും. അത് മെയിൻ ആയിട്ട് ഓർക്കണം. നിങ്ങൾ യൂസ് ചെയ്ത ടെംപ്ലേറ്റിലെ സെറ്റിംഗ് അനുസരിച്ചാണ് അത് കമ്പൽസറി ആയിട്ട് വരുന്നത്. ഇനി നിങ്ങൾ യൂസ് ചെയ്യുന്ന ടെംപ്ലേറ്റിന്റെ അകത്ത് വിൻഡോയുടെ മേളിൽ കൂടി ലൈൻ വരയ്ക്കാം എന്നുള്ള ഓപ്ഷനാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വരെ നിങ്ങൾ ഇങ്ങനെ ട്രിം ചെയ്ത് കളയണ്ട, കണ്ടിന്യൂസ് ആയിട്ട് വരച്ചു പോകാം. ഓക്കെ, ഇനി നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവണ്ട. ഇവിടെ പിന്നെ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് വിൻഡോന്റെ അവിടെ വോൾ ടെർമിനേറ്റ് ആവും, അല്ലെങ്കിൽ ഡോറ വിൻഡോ എൻകൗണ്ടർ ചെയ്യുന്ന അവിടെ വോൾ ഡിസ്കണ്ടിന്യൂ ചെയ്യും എന്ന മെത്തേഡ് ആയിരിക്കും നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടെംപ്ലേറ്റോ ആയിരിക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ തരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് വിൻഡോ അല്ലെങ്കിൽ ജോയിനറി വരുന്ന അവിടെ നമ്മൾ അത് ട്രിം ചെയ്ത് കളയുന്ന, ആ വോൾ ലൈൻ ട്രിം ചെയ്ത് കളയുന്നത്.
സോ ഞാനത് ജസ്റ്റ് ഒന്ന് എല്ലാ ലെയേഴ്സും ഒന്ന് ഓഫ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഡോസ് ആൻഡ് വിൻഡോസ് ഉണ്ട്, വാള് മാത്രമാണെങ്കിൽ ഇങ്ങനെ ഒരു ലേഔട്ട് ആയിരിക്കും. നിങ്ങൾ മാനുവലി ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരാം ഇത്രയും, പിന്നെ കോളംസും ഉണ്ടാവും ഇതിനകത്ത്. ഈ ഒരു പാറ്റേണിലായിരിക്കും നിങ്ങൾക്ക് വരച്ചു വരാൻ പോകുന്നത്. ഇനി ഇതിനകത്തേക്ക് ബാക്കി നമ്മൾ ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ഇതിനകത്ത് നമുക്ക് ഉണ്ടാവുന്ന കാര്യങ്ങൾ, ഡോസ് ആൻഡ് വിൻഡോസ് ഉണ്ടാവണം നിർബന്ധമില്ല. ജസ്റ്റ് അതിന് പകരം ഒരു ടെക്സ്റ്റ് ഉണ്ടായാൽ മതി. പിന്നെ വാൾ ലൈൻസ്, കോളം, ഇത്രയും ഉണ്ടെങ്കിൽ തന്നെ എസ്റ്റമാക്സ് നമുക്ക് അതിന്റെ ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ആർട്ടിടെക്ചർ ഡ്രോയിങ്ങിൽ ബാക്കിയെല്ലാം ലോക്ക് ചെയ്ത്, ഇപ്പൊ ഞാൻ ചെയ്ത പോലെ ലോക്ക് ചെയ്ത് ഓഫ് ചെയ്ത് വെച്ചാൽ ആ ലെയേഴ്സ് എല്ലാം ഉണ്ടാവും. പക്ഷെ ഒരിക്കലും സ്കാൻ ടൈമിൽ അത് ഇന്ററപ്റ്റ് ചെയ്യില്ല നമ്മളെ സ്കാനിനെ എന്ന രീതിയിൽ നമുക്കത് ഓഫ് ചെയ്തും വെക്കാം. തിരിച്ചെല്ലാം ഓൺ ചെയ്യുവാണേ. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാം എപ്പോഴും ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം ചിലപ്പോൾ ആർട്ടിസ്റ്റ് ഡ്രോയിങ്ങിൽ ഒത്തിരി ലെയേഴ്സ് ഉണ്ടാവും. ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഒരു 1.5 മണിക്കൂർ അതിൽ സ്പെൻഡ് ആവുന്നുണ്ടെങ്കിൽ അതൊരു വേസ്റ്റ് ഓഫ് ടൈം അല്ലേ. അതിന് പകരം ആ ഡ്രോയിങ്ങിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക. ബാക്കി എല്ലാം ലോക്ക് ചെയ്ത് ഓഫ് ചെയ്ത് വെച്ചാൽ നമുക്ക് അതൊരു ശല്യവും ഉണ്ടാവില്ല. ഡ്രോയിങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് നല്ല സമയം കളയുകയും വേണ്ട. പിന്നെ നോക്കേണ്ടതെന്ന് വെച്ചാല് ചില ആളുകള് ലെയർ മിക്സ് ചെയ്തൊക്കെ വരച്ച് വെക്കും. അപ്പൊ അറിയാണ്ട് നമുക്ക് ആവശ്യമുള്ള ലെയർ ഓഫ് ആയി പോകുന്നുണ്ടോ എന്നും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അപ്പൊ അതിന് നല്ല ആദ്യം ലോക്ക് ചെയ്ത് നോക്കുക. ലോക്ക് ചെയ്തിട്ട് എല്ലാം ആവശ്യമുള്ള ലെയർസ് ആണ് കൺഫേം ആയി കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് വെക്കാം. എന്ന രീതിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് സ്കാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മള് വാളിനെ കുറിച്ച് പറഞ്ഞു, വാൾ ലൈൻസിനെ കുറിച്ച് പറഞ്ഞു, ജോയിനറിക്ക് വേണ്ടിയുള്ള നൊട്ടേഷൻസിനെ കുറിച്ച് പറഞ്ഞു. ഇനി 4ാമത്തെ ആള് CAD യൂട്ടിലിറ്റീസ്. പിന്നെ ഇന്നലെ പറഞ്ഞു സ്റ്റെയർ കേസിന്റെ കേസിൽ നിങ്ങൾ ഇത് വരച്ചില്ലെങ്കിൽ പോലും ഇതിന്റെ വാല്യൂസ് എൻ്റർ ചെയ്ത് കൊടുത്താൽ തന്നെ മതി. അതിൽ നിന്ന് ഓട്ടോ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുവാണ്. ഒരു കാൽക്കുലേറ്റർ പോലെ ഒരു സെറ്റിംഗ് ഉണ്ട് നമുക്ക്, അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കുവാണ്. സോ നിങ്ങൾ ഇവിടെ വരച്ചില്ലേലും ആ ക്വാണ്ടിറ്റീസ് കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് CAD യൂട്ടിലിറ്റീസ്. ഈ CAD യൂട്ടിലിറ്റി തന്നെ ഒരു വലിയ ഏരിയ ആണ്, പഠിക്കാൻ അത്യാവശ്യം ഉണ്ട്. പക്ഷെ കാണാപ്പാടം പഠിക്കേണ്ട തൽക്കാലം നിങ്ങൾക്ക് അതിന് റെഫറൻസ് ആയിട്ട് ഇമേജസ് അല്ലെങ്കിൽ എക്സൽ ഫയൽസ് തന്നേക്കാം. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് ഞാൻ ഏകദേശം ഒരു 18 CAD യൂട്ടിലിറ്റീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എണ്ണം കണ്ട് പേടിക്കണ്ട, ഇത് നോക്കി നോക്കി നിങ്ങൾ വരച്ചു പോയാൽ മതി. എല്ലാം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് 1 2 3 എന്നുള്ള ഈ ഓർഡർ തന്നെ എല്ലാം വരച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിസ് ഔട്ട് ആവത്തില്ല. ഇനി ഇത് എന്തിനാ കൊടുക്കുന്നേ, നമുക്ക് സ്കാൻ ചെയ്യാൻ ഇത് അവോയ്ഡ് ചെയ്യാൻ പാടില്ലെന്ന് ചോദിച്ചാൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് AI ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പൊ ഇതൊരു കിച്ചൺ സ്ലാബ് ആണ്, ഇത് കിച്ചൺ സ്ലാബ് ആണെന്ന് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ AIക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ പേര് ഫിക്സ് ചെയ്ത് വെക്കണം. അതായത് കിച്ചൺ ഫിനിഷ് എന്നുള്ളത് ഫിക്സ് ചെയ്ത് വെക്കണം. അപ്പൊ കിച്ചൺ ഫിനിഷ് എന്നുള്ള ലെയറിനെയും കാണുമ്പോൾ തന്നെ അത് സിസ്റ്റം ഐഡന്റിഫൈ ചെയ്യും, ഒരു സ്ലാബ് അല്ലെങ്കിൽ ഫിനിഷിന്റെ കാൽക്കുലേഷൻ ആണ് അവിടെ എടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് ക്വാണ്ടിറ്റി എടുക്കാൻ നോക്കും. അതിൽ തന്നെ വേറൊരു കോംപ്ലിക്കേഷൻ ഉള്ളതെന്ന് വെച്ചാൽ കിച്ചൺ ഫിനിഷ് എന്ന് പറയുന്നത് നമ്മൾ മാർബിൾ അല്ലെങ്കിൽ ടൈലിംഗ് ഇടുന്നത് തന്നെയാണ്. കൗണ്ടർ ടോപ്പിൽ മാർബിൾ അല്ലെങ്കിൽ ടൈലിംഗ് ഇടുന്നത് തന്നെയാണ്. ഇതല്ലാണ്ട് കിച്ചണിന്റെ ആ ഒരു കൗണ്ടർ ടോപ്പിന്റെ ആ പോർഷനിലെ വാളിൽ നമ്മൾ ഡാഡു കൊടുക്കും, അതായത് ടൈലിട്ട് കൊടുക്കും. ആ ഡാഡുവിന് നമ്മളപ്പോ എന്താ പറയാ, എങ്ങനെ ക്വാണ്ടിറ്റി എടുക്കുക, ഇതിന്റെ ഈ ഒരു പോർഷൻ, ഈ ഒരു മതിൽ വരുന്ന പോർഷനിൽ മാത്രം ഡാഡു കൊടുത്താൽ മതി, ബാക്കി പോർഷനിൽ വേണ്ട. അപ്പൊ ഞാൻ ഈ ഫുൾ പെരിമീറ്റർ എടുത്താൽ എന്ത് പറ്റും, എനിക്ക് എക്സ്ട്രാ ആയിട്ടുള്ള ക്വാണ്ടിറ്റി കയറി വരും. അപ്പൊ കറക്റ്റ് എങ്ങനെ കിട്ടാം, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ഒരു പോളിലൈൻ അവിടെ വരച്ചു കൊടുക്കുവാണ് ആ ഡാഡുവിന്റെ ക്വാണ്ടിറ്റി എടുക്കാൻ. ഇത് പല പ്രൊജക്ട്സിലും ഡിഫർ ചെയ്യുന്ന ഒരു വാല്യൂ ആണ്. ഒരിക്കലും നമുക്ക് ഇത് കോൺസ്റ്റന്റ് ആയിട്ട് കാണാൻ പറ്റത്തില്ല. ഒരേ പ്രൊജക്ട് തന്നെ പല സൈസിലുള്ള കിച്ചൺസും, അതായത് ഇപ്പൊ അപ്പാർട്ട്മെന്റ് പ്രൊജക്ട്സിലൊക്കെ തന്നെയായും പല സൈസിലുള്ള കിച്ചൺസും പല സൈസിലുള്ള ഡാഡൂസും അല്ലെങ്കിൽ പല ഹൈറ്റിലെ ഡാഡൂസും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെയൊക്കെ എന്താ റോബസ്റ്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻ വേണം. അത് ഡയറക്റ്റ് സ്കാൻ മെത്തേഡിൽ നമുക്ക് കിട്ടാൻ ഇത്തിരി പാടാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനൊരു ലെയർ നെയിം കൊടുത്തിട്ട് സ്പെഷ്യൽ ആയിട്ട് അതിനെ സ്കാൻ ചെയ്തെടുക്കുന്നത്. എല്ലാ CAD യൂട്ടിലിറ്റീസും ഇതേ പേർപ്പസ് പോലെ ഇതുപോലെ സിമിലർ പേർപ്പസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്.
ആദ്യമൊക്കെ നമുക്ക് അത് ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഇതില്ലാത്ത ടെംപ്ലേറ്റ്സും ഉണ്ട്, ഇതൊക്കെ എല്ലാ ടെംപ്ലേറ്റ്സും ഉണ്ട്. ഓരോ ടെംപ്ലേറ്റിനനുസരിച്ചാണ് ഈ CAD യൂട്ടിലിറ്റികൾ മാറാൻ പോകുന്നത്. നിങ്ങളിപ്പോ ഏറ്റവും ബേസിക് ടെംപ്ലേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത്രയും CAD യൂട്ടിലിറ്റീസ് ഒന്നും അതിൽ കാണിക്കുന്നത് പോലും ഇല്ല. ഇതൊക്കെ നമ്മൾ ഓരോ പ്രൊജക്ട്സിന് റിക്വയർമെന്റ് അനുസരിച്ച് നമ്മളായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇക്വേഷൻസ് ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് യൂട്ടിലിറ്റി ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന ടെംപ്ലേറ്റിന്റെ അകത്ത് ഇത്രയും യൂട്ടിലിറ്റീസ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ക്വാണ്ടിറ്റീസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ഉള്ളിൽ നിന്നുള്ള കാൽക്കുലേഷൻ എടുക്കാൻ ഓൾറെഡി സോഫ്റ്റ്വെയർ എക്വിപ്ഡ് ആണ്. നിങ്ങൾ വരയ്ക്കുമ്പോൾ അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ചിലപ്പോൾ ചില പ്രോജക്ട്സിൽ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി ആ ആർക്കിടെക്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഇൻക്ലൂഡ് ചെയ്തിട്ടില്ലെങ്കിലാണ് നമുക്കത് വരച്ചു കൊടുക്കേണ്ടി വരുന്നത്. അപ്പൊ നിങ്ങളുടെ കേസിൽ ഓൾറെഡി ഒരു ഇമേജ് ഫയൽ തന്നേക്കുന്നത്. സോ നിങ്ങൾ ആ ഇമേജ് ഫയലിൽ നിന്ന് വോൾ ട്രേസ് ചെയ്തെടുക്കണം. ജോയിനറി പൊസിഷൻസിൽ ടെക്സ്റ്റ് വെക്കണം. പിന്നെ ബീം കോളംലേറ്റ് നിന്ന് കോളം ലേഔട്ടിൽ നിന്ന് കോളം എടുത്തുകൊണ്ടെന്ന് വെക്കണം. ഇത്രയും കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വരയ്ക്കേണ്ടത് CAD യൂട്ടിലിറ്റീസ് ആണ്. അത് മാത്രം വരച്ചു കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് ആർക്ക് സ്കാൻ ചെയ്യാൻ നിങ്ങളുടെ ഡ്രോയിങ് റെഡി ആയിരിക്കും. ഇനി ആന്റി സ്കിഡ് എന്ന് പറയുന്നത് ബാത്റൂം ഏരിയയില് അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെറസ് ഏരിയയില് വെള്ളം വന്ന് കെട്ടിക്കിടന്നാൽ തെന്നി വീഴാൻ ചാൻസ് ഉള്ള സ്ഥലത്ത് നമ്മൾ ആന്റി സ്കിഡ് കോട്ടിംഗ് കൊടുത്തിട്ടുള്ള ടൈല് അല്ലെങ്കിൽ കുറച്ചുകൂടി ഗ്രിപ്പ് ഉള്ള ടൈൽ യൂസ് ചെയ്യും. അങ്ങനെയുള്ള ഏരിയാസിൽ നിങ്ങൾ ആന്റി സ്കിഡ് എന്നുള്ള പോളിലൈൻ, നമ്മൾ CAD യൂട്ടിലിറ്റീസ് എല്ലാം പോളിലൈനിലാണ് വരയ്ക്കുന്നത്. എക്സെപ്റ്റ് ഈ ബീമിന്റെ ലെയർ നെയിംസ് ഒഴികെ ബാക്കി എല്ലാം നമ്മൾ പോളിലൈനിലാണ് വരയ്ക്കുന്നത്. സോ ഈ പോളിലൈൻസ് റെപ്രസെന്റ് ചെയ്യുന്ന എല്ലാ ഏരിയാസിലും നമ്മൾ ആന്റി സ്കിഡ് ടൈൽസ് ആണ്, സാധാ ടൈൽ അല്ല, ആന്റി സ്കിഡ് ടൈൽ അല്ലെങ്കിൽ മാർബിൾസ് അല്ല, ആന്റി സ്കിഡ് ഉള്ള പ്രോപ്പർട്ടി ഉള്ള ഒരു ടൈലിംഗ് ആണ് യൂസ് ചെയ്യുന്നതെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു പ്രൊജക്ടിന്റെ അകത്ത് ആന്റി സ്കിഡ് ടൈലിംഗ് യൂസ് ചെയ്തേക്കുന്ന ടോയ്ലറ്റ്സിൽ മാത്രമാണ്. ഇതിപ്പോ ഡാഡോ ആണ് ഇത് തന്നെ ആന്റി സ്കിഡ്. ഓരോ ഡിഫറെന്റ് കളർ യൂസ് ചെയ്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം, അതിലൊന്നും റെസ്ട്രിക്ഷൻ ഇല്ല. ഞാൻ ഒരു ഡ്രാഫ്റ്റിംഗ് സാമ്പിൾ ഫയൽ നിങ്ങൾക്ക് അയച്ചു തരാം, നോക്കി വരയ്ക്കാനും. നിങ്ങൾക്ക് അതുപോലെ ഈ ലെയർ നെയിംസ് ഒക്കെ ഓൾറെഡി അതിനകത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു പ്രശ്നം ഞാൻ പറഞ്ഞേക്കും ഇപ്പോഴേ തന്നെ, ഈ എക്സലിൽ എഴുതിയേക്കുന്ന സെയിം സ്പെല്ലിങ് അതില് സ്പേസോ അല്ലെങ്കിൽ ലെറ്റർ പോലും, അതായത് ക്യാപിറ്റൽ അപ്പർ കേസ് ആണോ ലോവർ കേസ് ആണോ എന്ന കാര്യങ്ങൾ വരെയും സെയിം ആയിട്ട് കൊടുത്തില്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് വെച്ചാൽ അത് സോഫ്റ്റ്വെയർ ഐഡന്റിഫൈ ചെയ്യില്ല. കാര്യം സോഫ്റ്റ്വെയർ കേസ് സെൻസിറ്റീവ് ആണ്. നിങ്ങൾ കൊടുക്കേണ്ട ലെയർ നെയിംസ് ഇതേ സെയിം ലെയർ നെയിംസ് അതും സെയിം നെയിം തന്നെയായിരിക്കണം. എന്നാൽ മാത്രമാണ് സോഫ്റ്റ്വെയറിന് അത് ആന്റി സ്കിഡ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇതൊരു റെസ്ട്രിക്ഷൻ ആണോ എന്ന് പറഞ്ഞാൽ റെസ്ട്രിക്ഷൻ നമുക്ക് എല്ലാ സോഫ്റ്റ്വെയർസിലും കുറെ കണ്ടീഷൻസ് ഉണ്ട്. ഇത് ഞങ്ങളുടെ ഒരു കണ്ടീഷൻ ആണ്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോ രണ്ട് ഡിഫറെന്റ് ലെയർ നെയിംസ് നിങ്ങൾക്ക് വെക്കണം. ആന്റി സ്കിഡ് തന്നെ രണ്ട് ടൈപ്പ് വെക്കണം. ഒരെണ്ണം ക്യാപിറ്റൽ എയും ഒരെണ്ണം സ്മോൾ എ ആണ് നിങ്ങൾ വെക്കുന്നെങ്കിൽ രണ്ടിനെ ഒന്നായിട്ട് സോഫ്റ്റ്വെയർ റീഡ് ചെയ്യരുതല്ലോ. സോ നിങ്ങൾക്ക് രണ്ടായിട്ട് കിട്ടിയ വേണം ഒരേ പേര് ഉപയോഗിക്കണം എന്നുള്ള ഒരു കണ്ടീഷനിൽ അങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ രണ്ട് ഡിഫറെന്റ് ആന്റി സ്കിഡ് ടൈൽസ് ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, സോ ആന്റി സ്കിഡ് നമ്മളിവിടെ ഇപ്പൊ കൊടുത്തേക്കുന്ന ടോയ്ലറ്റ്സിലാണ്. ഇനി നെക്സ്റ്റ് വരുന്നത്, അത് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോജക്റ്റിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒക്കെ ക്രിയേറ്റീവ് ആകാം. ആ ടോയ്ലറ്റ്സ് പോരാണ്ട് നിങ്ങൾക്ക് ടെറസിലൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ധൈര്യമായിട്ട് ആന്റി സ്കിഡ് ആഡ് ചെയ്യാം. പിന്നെ വരുന്നത് സി ബീം, ഔട്ടർ സി ബീം, ഔട്ടർ ബീം, ഇന്നർ ബീം. ഇത് ഓൾറെഡി ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, എങ്കിലും ഒന്ന് റിപ്പീറ്റ് ചെയ്യുവാണ്. അതായത് 3 ക്ലാസിഫിക്കേഷൻ ആണ് ബീമിന് വരാം. ഔട്ടർ വാളിൽ വരുന്ന ബീംസിനല്ല ഔട്ടർ ബീംസ് എന്നാ പറയുന്നത്. അതേപോലെ ഇന്നർ വാളിൽ വരുന്നതല്ല ഇന്നർ ബീംസ്. ഇനി ഇത് കൂടാണ്ട് രണ്ട് ഡീവിയേഷൻ ക്വാണ്ടിറ്റി വന്നിട്ടുണ്ട്, സി ബീം, ഔട്ടർ സി ബീം. അതായത് നിങ്ങളിപ്പോ ഒരു മുറി കയറി ചെല്ലുമ്പോൾ നേരെ സീലിംഗിൽ കാണാൻ പറ്റുന്ന ഒരു ബീം ഉണ്ടെങ്കിൽ അതൊരു സീലിംഗ് ബീമാണ്, അതിന് താഴെ വാൾ ഇല്ല എന്നൊരു സിറ്റുവേഷൻ വരുന്നതിനെയാണ് സി ബീം എന്ന് ഞങ്ങൾ ഷോർട്ട് ആക്കി എഴുതിയേക്കുന്നത്. അതിന് പ്രത്യേകത എന്ന് വെച്ചാൽ ബാക്കി എല്ലാ ബീം കേസസിലും നമുക്ക് രണ്ട് ഫേസ് പ്ലാസ്റ്റർ ചെയ്താൽ മതി. സീലിംഗ് ബീമിലാണെങ്കിൽ രണ്ട് ഫേസും ബോട്ടവും നമുക്ക് പ്ലാസ്റ്റർ ചെയ്യണം. ടോപ്പിൽ നമ്മൾ എന്തായാലും സ്ലാബിന്റെ ഫിനിഷ് ഫ്ലോറിംഗ് ഒക്കെയാണ് വരുന്നത്. സോ അത് നമുക്ക് പ്ലാസ്റ്ററിങ്ങിന്റെ ക്വാണ്ടിറ്റിയിൽ കയറത്തില്ല. പ്ലാസ്റ്ററിങ്ങിന്റെ ഈ ഒരു ക്വാണ്ടിറ്റി മിസ് ഔട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സീലിംഗ് ബീം എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നേക്കുന്നത്. സെയിം തന്നെ ഇതിപ്പോ ഇൻഡോർ വരുന്നതിനെ സി ബീം എന്നും
ഔട്ട്ഡോർ ഇപ്പൊ നമ്മൾ ബാൽക്കണി അല്ലെങ്കിൽ കാർ പാർക്കിങ്ങിൽ വരുന്ന ബീംസിന് നമ്മൾ ഔട്ടർ സി ബീം ആയിട്ട് കാറ്റഗറൈസ് ചെയ്യും. ഇപ്പൊ കാൻഡിലിവർ ഒരു സ്ലാബ് ഉണ്ട്, ഒരു കാൻഡിലിവർ ബാൽക്കണി ഉണ്ട്, ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഇതിനൊന്നും താഴെ നമുക്ക് വാൾ ഇല്ല. സോ ഇത് ഔട്ടർ ബിൽഡിംഗ് നോക്കുവാണെങ്കിൽ ഇത് ഔട്ടർ വാളിന്റെ ഒപ്പമാണ് വരുന്നത്. എന്നാൽ അതിനിടയിൽ വാളും ഇല്ലാത്ത കേസ് ആയതുകൊണ്ടാണ് ഔട്ടർ സി ബീം എന്ന് അത് കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇനി പ്ലിന്ത് ബീമിന് പ്ലിന്ത് ബീം തന്നെ പേര് കൊടുക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. അത് നിങ്ങൾക്ക് പേര് പി ബീമെന്നോ സി ബീമെന്നോ അല്ലെങ്കിൽ ജി ബീമെന്നോ ഗ്രേഡ് ബീമെന്നോ ഒക്കെ പേര് മാറ്റി കൊടുക്കാം. അത് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. ഓക്കെ, കാരണം പ്ലിന്ത് ബീമിൽ നമുക്ക് ഈ ഒരു പ്ലാസ്റ്ററിംഗ് ഡിഫറൻസ് ഇല്ല. പ്ലിന്തിൽ യൂഷ്വലി നമ്മൾ ബീമിന് പ്ലാസ്റ്ററിംഗ് കൊടുക്കാറില്ല. പ്ലിന്തിൽ നമ്മൾ ബ്രിക്ക് വർക്ക് കൊടുക്കുവാണെങ്കിലാണ് അതിനാണ് നമ്മൾ പ്ലാസ്റ്ററിംഗ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. RCCക്ക് യൂഷ്വലി പ്ലാസ്റ്ററിംഗിന്റെ ആവശ്യമില്ല. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ അത് റൂഫിലേക്ക് വരുമ്പോൾ എന്തിനാണ് പ്ലാസ്റ്ററിംഗ് ചെയ്യുന്നത്? RCC അല്ലേ, ചെയ്യാതിരിക്കാമല്ലോ എന്ന് പറയും. ചില കേസിൽ നമ്മൾ അതിന്റെ അപ്പിയറൻസിന് വേണ്ടിയിട്ടൊക്കെയാണ് പ്ലാസ്റ്ററിംഗ് പറയാ. ഒരു ചെറിയൊരു ലെയർ പ്ലാസ്റ്ററിംഗ് ഒക്കെ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന കേസസ് ഉണ്ട്. ചിലപ്പോ വാളിന്റെ പ്ലാസ്റ്ററിംഗ് പുറത്തേക്ക് പ്രൊജക്റ്റ് ആവുന്നത് ഇതുമായിട്ട് ടാലി ആവാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കൊടുക്കും. ഓക്കെ, അങ്ങനെ കുറച്ച് കോൺസെപ്റ്റ്സിലാണ് ബീം റൂഫിൽ വരുന്ന ബീമിന് പ്ലാസ്റ്ററിംഗ് കൊടുക്കുന്നു. എന്നാൽ പ്ലിന്ത് വരുന്ന ബീമിന് നമുക്ക് പ്ലാസ്റ്ററിംഗ് കൺസിഡറേഷൻ വേണ്ടാന്നുള്ള കേസസും ഉണ്ട്, കൊടുക്കണം എന്നുള്ള കേസസും ഉണ്ട്. ഓക്കെ, പ്ലിന്ത് പ്ലാസ്റ്ററിംഗ് നമ്മൾ വേറെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ബീമിനെ കണക്ട് ചെയ്തല്ല കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ്. കോളത്തിൽ നമുക്ക് ഒരൊറ്റ റെപ്രസെന്റേഷൻ ഉള്ളൂ. പോളിലൈനിൽ ആ ലെയർ നെയിം വെച്ചിട്ട് കൊടുത്താൽ മതി. സൈസ് ഏതായാലും ഒറ്റ ലെയർ നെയിമേ ഉള്ളൂ. കാര്യം സ്കാൻ ചെയ്യുമ്പോൾ ഈ വിഡ്ത്തും ഡെപ്തും വെച്ചിട്ട് അത് ഓട്ടോമാറ്റിക് കാറ്റഗറൈസ് ചെയ്ത് എസ്റ്റിമാക്സ് തന്നെ എടുത്തോളും. പക്ഷെ ബീംസ് നമുക്ക് ഈ വിഡ്ത്ത് വ്യത്യാസം ഉണ്ടെങ്കിൽ അത് നമ്മൾ ഡ്രാഫ്റ്റിംഗ് തന്നെ കറക്റ്റ് ചെയ്യണം. ഇപ്പോ 200-നെയും 250-യുടെയും 300-നെയും ബീംസ് ഉണ്ടെങ്കിൽ വിഡ്ത്തിന്റെ കാര്യം ഞാൻ പറയുന്നത്, ഡെപ്ത് അല്ല. വിഡ്ത്ത് വേരിയേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഡ്രാഫ്റ്റിംഗ് തന്നെ വരച്ചു കൊടുക്കണം. ഡെപ്ത് വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് സ്കാൻ കഴിയുമ്പോൾ മാറ്റി അത് കൊടുക്കാം. അല്ല സെയിം ഡെപ്ത് ആണെങ്കിൽ ത്രൂ ഔട്ട് ഒറ്റയടിക്ക് നമുക്ക് സ്കാൻ ചെയ്ത് കൊടുക്കാം. അതാണ് സി ബീംസിന്റെ കേസ് വരുന്നത്. ഇനി വരുന്നത് ബീംസിന്റെ കേസ് വരുന്നത്. ഇനി കോളം ഞാൻ നേരത്തെ പറഞ്ഞു പോളിലൈൻ, ക്ലോസ്ഡ് പോളിലൈൻ. അതായത് പോളിലൈൻ വരച്ചാൽ മാത്രം പോയാൽ അത് ക്ലോസ് ചെയ്യാൻ വേണം. പോളിലൈൻ എങ്ങനെ ക്ലോസ് ചെയ്യണമെന്ന് അറിയാൻ പാടുള്ള ആൾക്കാർക്ക് വേണ്ടി പറയുവാണ്. നിങ്ങൾ ഒരു പോളിലൈൻ വരയ്ക്കുവാണെങ്കിൽ ലാസ്റ്റ് സി എന്റർ എന്ന് കൊടുത്താൽ ക്ലോസ്ഡ് പോളിലൈൻ ആണ് ചെയ്യുന്നത്. ഇതിന് നിങ്ങൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എടുത്താൽ പോളിലൈൻ സെലക്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തെടുത്താൽ പോളിലൈൻ ക്ലോസ് ഓപ്ഷൻ കൊടുത്ത് നമുക്ക് അതിനെ ക്ലോസ് ചെയ്യാം. അതേപോലെ തന്നെ പോളിലൈൻ നിങ്ങൾക്ക് ഓപ്പൺ ഓപ്ഷൻ കൊടുത്ത് ഓപ്പൺ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, സോ ക്ലോസ്ഡ് പോളിലൈൻസ് അങ്ങനെ വരയ്ക്കുന്നത്. അതിൽ എളുപ്പമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ റെക്ടാംഗിൾ വരയ്ക്കാൻ. ഓക്കെ, ഇതിൽ രണ്ടിൽ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പൊ ക്ലയന്റ് തന്നേക്കുന്നത് ലൈൻ സൈഡ് ആണെങ്കിൽ അതിനെ സെലക്ട് ചെയ്ത് ജോയിൻ ചെയ്തിട്ട്, ഇപ്പൊ ക്ലയന്റ് അവകാശം നമ്മുടെ ക്ലയന്റ് നമുക്ക് അയച്ചേക്കുന്ന ഇതിലെല്ലാം കോളത്തിന്റെ ലൈൻസ് എക്സ്പ്ലോർഡ് ആയി കിടക്കുന്നതെന്ന് വിചാരിക്കാം. സെലക്ട് ചെയ്തിട്ട് ജോയിൻ കമാൻഡ് വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് ജോയിൻ ആയി, പോളിലൈൻ ആയി. പക്ഷെ ക്ലോസ്ഡ് ആണോ എന്ന് ഉറപ്പില്ല. അപ്പൊ നമുക്കത് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയും ചെയ്യാം. പക്ഷെ ക്ലോസിങ് നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ പോളിലൈൻസിന് പോയി ചെയ്യേണ്ടി വരും. അപ്പൊ കുറെ ഉണ്ട്. നമുക്കത് കോപ്പി ഇപ്പൊ ഒരു റെക്ടാംഗിൾ വരച്ചിട്ട് കോപ്പി ചെയ്ത് മേളിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന അങ്ങനെ ചെയ്യാം. ക്ലയന്റ് നേരിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ലാത്ത കേസുകളിലൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് കാരിയോട്ടിലിറ്റി എന്ന് പറയുന്നത് ഇന്നർ പ്ലാസ്റ്റ് ലൈൻ, ഔട്ടർ പ്ലാസ്റ്റ് ലൈൻ. ഓക്കെ, ഇത് നമുക്ക് രണ്ട് ഡിഫറെന്റ് ടെംപ്ലേറ്റ്സിൽ ഡിഫറെന്റ് അപ്രോച്ചാണ് വരുന്നത്. ഒരു ടെംപ്ലേറ്റിൽ നമ്മൾ ഇതിന് ലൈൻസ് ഒന്നും വരയ്ക്കണ്ട. നമ്മൾ ഇന്നർ ബീം ഇന്നർ വോൾ ഔട്ടർ വോൾ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി സോഫ്റ്റ്വെയറിന്റെ അകത്ത്. അത് വെച്ചിട്ട് ഓട്ടോമാറ്റിക് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്ത് വരും എന്നുള്ള ഒരു മെത്തേഡ് ഉണ്ട്. വേറെ ഇപ്പോ നിങ്ങൾക്ക് വരുന്ന ടെംപ്ലേറ്റിന്റെ അകത്ത് ഈ ലൈൻസ് വരച്ചിട്ട് അധികം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ രണ്ട് അപ്രോച്ചിൽ കൂടുതൽ ആക്യുറേറ്റ് രണ്ടാമത്തെ അപ്രോച്ച്, അതായത് പോളിലൈൻ വരച്ചു കൊടുത്തിട്ട് എടുക്കുന്നതാണ്. കുറച്ചുകൂടി ഫ്ലെക്സിബിളും ആ മെത്തേഡാണ്. അതെന്താന്ന് വെച്ചാൽ ചില ക്ലയൻസ് പറയും ഞങ്ങൾക്ക് ഒരു വോള് ഷെയർഡ് ആണ്, അല്ലെങ്കിൽ അവിടെ എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് കൊണ്ട് ഷെയർഡ് വോൾ ആണ്, അപ്പൊ ആ സൈഡിൽ എക്സ്റ്റേണൽ പ്ലാസ്റ്ററിംഗ് എടുക്കണ്ടെന്ന് പറയും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഡിഡക്ഷൻ കൊടുക്കണം. അപ്പൊ മാനുവലി പോയിട്ട് അത് കറക്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ അവിടെ ഒരു ലെയർ കൊണ്ടുവന്നു. അതായത് ഔട്ടർ പ്ലാസ്റ്റർ ഡിഡക്ഷൻ എന്ന് പറഞ്ഞൊരു ലെയർ കൊണ്ടുവന്നു. അപ്പൊ അവിടെ നമുക്ക് പ്ലാസ്റ്ററിങ്
ഡിഡക്ഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ലൈൻ വരച്ചു കൊടുത്താൽ അത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കയറിക്കോളും. നമ്മൾ പിന്നെ പോയിട്ട് മാനുവലി ആ ക്വാണ്ടിറ്റി ഡിഡക്ട് ചെയ്യാൻ നടക്കണ്ട, മറന്നു പോകാനുള്ള ചാൻസ് കുറവാണ്. അപ്പൊ ആ ഒരു കേസിൽ കുറച്ച് അപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ഇത് വന്നത്. അതായത് ചില കേസുകളിൽ ക്ലയൻസിന് പ്ലാസ്റ്റർ ലൈൻസ് എവിടെ കൊടുക്കണം എവിടെ കൊടുക്കേണ്ട എന്നൊരു ഡിസിഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടിയൊക്കെ ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടിക്ക് ചെയ്യുന്നതിന് പകരം നമ്മൾ ലൈൻ വരയ്ക്കാമെന്ന് കൊണ്ടുവന്നത്. പിന്നെ കുറച്ച് ഏരിയാസിൽ നമുക്ക് പ്ലാസ്റ്ററിങ് നമ്മളുടെ ഒരു രീതിയിൽ വരച്ചു കൊടുക്കാൻ അങ്ങനെ കുറച്ച് ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നേരിട്ട് വോൾ ലൈൻ ഫുൾ ലെങ്തിലും എടുക്കണ്ട, പ്ലാസ്റ്ററിങ്ങിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ കൊണ്ടുവരണം, നമുക്ക് ഒരു ഏരിയയിൽ പ്ലാസ്റ്ററിങ് കൺസിഡർ ചെയ്യണ്ട, ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെയൊക്കെ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ചില ക്ലയൻസ് പ്ലാസ്റ്റർ ലൈൻസ് ഓൾറെഡി വരച്ചിട്ടിട്ടുണ്ടാവും, അപ്പൊ നമുക്കത് ഡയറക്റ്റ് യൂസും ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കേസസ് കൺസിഡർ ചെയ്തിട്ടാണ് ഇന്നർ പ്ലാസ്റ്റർ ലൈൻ അതേപോലെ തന്നെ ഔട്ടർ പ്ലാസ്റ്റർ ലൈൻ കൊണ്ടുവന്നേക്കുന്നത്. സോ ഇപ്പൊ ആദ്യം ഇന്നർ പ്ലാസ്റ്റർ ലൈൻസ് കാണിച്ചു തരാം. ഓരോ റൂമിലും നിങ്ങൾ ഇന്നർ പ്ലാസ്റ്റർ ലൈൻ വരയ്ക്കുന്നത് കണ്ടോ, ഇതൊരു ഈ റൂമിന്റെ മാത്രം നോക്കുവാണെങ്കിൽ ഡോറ് വരുന്ന അവിടെ ആ പ്ലാസ്റ്റർ ലൈൻ ഡോറിന്റെ അവിടെ വെച്ച് കട്ട് ചെയ്യല്ല, കണ്ടിന്യൂ ചെയ്യാണ്. അതായത് ഒരു മുറിയുടെ അകത്ത് നിങ്ങൾ കയറിയിട്ട് ജനലും വാതിലടച്ച് നിങ്ങൾ നോക്കുവാണെങ്കിൽ കാണുന്ന ഏരിയ ആണ് ഇന്നർ പ്ലാസ്റ്ററിങ് ഏരിയ. ആ വാതിൽ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പുറത്തെ റൂമിലാണ്. സോ അവിടെയും വാതിൽ അടിച്ചിട്ട് ആ റൂമിനുള്ളിൽ നോക്കുന്നതാണ് അവിടുത്തെ പ്ലാസ്റ്റർ ലൈൻ. ആ ഒരു എഫക്റ്റിലാണ് നിങ്ങളുടെ പ്ലാസ്റ്റർ ലൈൻസ് എപ്പോഴും വരയ്ക്കേണ്ടത്. ഈ പുറത്തേക്ക് വരികയാണെങ്കിൽ സിറ്റ് ഔട്ടിന്റെ അവിടെ ആണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി ഈ വാതിൽ അടച്ചു, അതായത് മെയിൻ ഡോർ അടച്ചു കഴിയുമ്പോൾ പുറത്ത് എന്താണോ നമ്മൾക്ക് മതിലായിട്ട് കാണുന്നത് അതാണ് അവിടെ പ്ലാസ്റ്ററിങ് കൊടുക്കേണ്ട ഏരിയ. അതിൽ തന്നെ ഇത് ഒരു ഓപ്പൺ സ്ലാബിനടിയിലാണ്, അതായത് പ്രൊട്ടക്ഷൻ ഉള്ള ഏരിയ ആണ്. നമുക്ക് അവിടെ ഇപ്പോ എക്സ്റ്റേണൽ പ്ലാസ്റ്ററിങ്ങിന്റെ അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്ലാസ്റ്ററിങ് ചെയ്യണ്ട, അല്ല കുറച്ച് ഇന്റേണൽ പ്ലാസ്റ്ററിങ് പോലെ കനം കുറച്ച് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇന്റേണൽ പ്ലാസ്റ്റർ ലൈൻസ് യൂസ് ചെയ്യാം. അല്ല എക്സ്റ്റേണൽ പ്ലാസ്റ്ററിങ് കുറച്ച് ഹെവി ആയിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ പ്ലാസ്റ്റർ ലൈൻ കൊടുത്താൽ മതി. അതിപ്പോ നമ്മൾ എക്സ്റ്റേണൽ പ്ലാസ്റ്റർ ലൈൻ ഇങ്ങനെ കൊടുക്കാം. ഇനി ഇവിടെ ഇപ്പൊ രണ്ടും വന്നിട്ടില്ലേന്ന് ചോദിച്ചാല് ഇതിനൊരു ഡിഡക്ഷൻ ലൈൻ വരച്ചിട്ടുണ്ട് ഞങ്ങള്. അത് വെച്ചിട്ട് നമുക്ക് ആ എക്സ്റ്റേണൽ പ്ലാസ്റ്ററിങ്ങിനുള്ള ഡിഡക്ഷൻ ഇട്ട് കഴിഞ്ഞാല് പിന്നെ ബാക്കി വരുന്ന ഏരിയയില് ഇന്റേണൽ പ്ലാസ്റ്ററിങ് ആയിരിക്കും പറയുന്നത്. സോ ഒരു മിക്സ് ആൻഡ് മാച്ച് കേസാണ്. നിങ്ങൾക്കൊരു റെഫറൻസ് ഫയൽ തരാം, അത് വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് ഇത് വരയ്ക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് ടെംപ്ലേറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് അതിനകത്ത് വരയ്ക്കുകയും ചെയ്യാം. അതിനകത്തുള്ള ഫയൽ ഒന്ന് ബ്ലോക്ക് ആക്കി വെച്ചിട്ട് നിങ്ങൾക്ക് പുറത്തിട്ട് വരച്ച ശേഷം കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് യൂട്ടിലിറ്റി വരുന്നത് ഇപ്പൊ ഓൾറെഡി 9:30 ആയി, ഞാനൊരു 5-6 മിനിറ്റും കൂടി എടുക്കുവാണ് ഇത് ഫുൾ അങ്ങ് തീർത്തേക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇന്നർ പ്ലാസ്റ്റർ ലൈൻ ഔട്ടർ പ്ലാസ്റ്റർ ലൈൻ ഈ സെയിം കോൺസെപ്റ്റ് ആണ് വരുന്നത്. ഔട്ടർ ഫേസിൽ നിങ്ങൾ ബിൽഡിങ്ങിന്റെ പുറത്തിറങ്ങി പുറത്തുകൂടി ഇപ്പൊ വാതിലും ജനലെല്ലാം അടച്ചു, നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് വാതിലും ജനലെല്ലാം അടച്ചിട്ട് പുറത്തുകൂടി നടന്ന് കാണുമ്പോൾ എന്തോരം വോൾ ഫേസസ് കാണുന്നോ അതെല്ലാം കവർ ചെയ്യുന്നതാണ് ഔട്ടർ പ്ലാസ്റ്റർ ലൈൻ. ഓക്കെ, അതിലിപ്പോ ഒരു കോളം നടുക്ക് നിപ്പുണ്ട്, കാർ പോർച്ചിന്റെ അവിടെ ഒരു കോർണറിൽ കോളം ഉണ്ടെങ്കിൽ ആ കോളം നമ്മൾ ചുറ്റിയാ കാണുന്നത്. അപ്പൊ അതിനും ഒരു ഔട്ടർ പ്ലാസ്റ്റർ ലൈൻ വരയ്ക്കണം. ഈ ബിൽഡിങ്ങിലും നമ്മൾ അത് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ മാത്രമായിട്ട് ഒരു ഔട്ടർ പ്ലാസ്റ്റർ ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ഞാൻ വേറെ അപ്രോച്ചിലാണ് കൊടുത്തേക്കുന്നത്. ഇവിടെ മാത്രം ഔട്ടർ പ്ലാസ്റ്റർ ലൈൻ, ഇവിടെ ഇന്നർ അങ്ങനെ വേണമെന്നില്ല. നിങ്ങൾക്ക് ഇത് ഫുൾ ആയിട്ട് ഔട്ടർ പ്ലാസ്റ്റർ ലൈൻ കൊടുത്താലും യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത കേസാണ് കൊടുക്കുക. കാര്യം ചെറിയൊരു വേരിയേഷൻ ആണ്, അത് പ്രശ്നമില്ല. ഇനി ചില ക്ലയൻസ് അല്ല അവിടെ പ്ലാസ്റ്ററിങ് ഒന്നും വേണ്ട, ഞങ്ങൾ അവിടെ വേറെ ഫിനിഷ് വർക്കാ ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു ലെയറിനെയും ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെ ക്വാണ്ടിറ്റി എടുത്ത് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇല്ല മാനുവലി ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ മാനുവലി ചെയ്യാം. ഈ ലൈൻസ് എല്ലാം നിർബന്ധമായിട്ട് വരയ്ക്കേണ്ട. ഇപ്പൊ ഒരു വൺ ടൈം കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ ഈ ലൈൻസ് എല്ലാം വരച്ച് ഇക്വേഷൻ ഉണ്ടാക്കി ക്വാണ്ടിറ്റി എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്ത് മാനുവലി ചെയ്യാൻ പറ്റും. പക്ഷെ ഇതേ സെയിം ഇപ്പൊ ഒരു ഫേം ആണെങ്കിൽ അവർ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ള കുറച്ച് ലെയേഴ്സ് അല്ലെങ്കിൽ കുറച്ച് കാൽക്കുലേഷൻസ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ CAD യൂട്ടിലിറ്റീസ് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പൊ ഞങ്ങളിപ്പോ ചെയ്യുന്ന ഒരു ക്ലയന്റിന്റെ പ്രിഫറൻസ് വെച്ചിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ആണ് നിങ്ങൾക്ക് ഇപ്പൊ യൂസ് ചെയ്യാൻ തരാൻ പോകുന്നത്. അപ്പൊ ആ ക്ലയന്റിന്റെ പ്രിഫറൻസിൽ അവർക്ക് ഔട്ടർ പ്ലാസ്റ്ററിങ്ങിന് ഡിഡക്ഷൻസും കൺസിഡർ ചെയ്യണം, ഇന്നർ പ്ലാസ്റ്ററിങ് വേറെ ആയിട്ട് എടുക്കണം, അതിന് ക്വാണ്ടിറ്റി റേറ്റ് അനാലിസിസ് വ്യത്യാസമുണ്ട്, അങ്ങനെ കുറച്ച് റിക്വയർമെന്റ് ഉണ്ട്. അവരുടെ റിക്വയർമെന്റ് അനുസരിച്ചാണ് ഈ ടെംപ്ലേറ്റ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഇനി നിങ്ങൾ ഒരു ഫേം തുടങ്ങുവാണ്, നിങ്ങൾ കുറച്ച് റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് CAD യൂട്ടിലിറ്റീസിൽ കൊണ്ടുവരാം.
അതുപോലെ അതിനകത്തുള്ള പല പാരാമീറ്റേഴ്സ് നിങ്ങൾക്ക് റീസെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇതൊന്നും ഫിക്സ്ഡ് അല്ല, ഇതെല്ലാം ഫ്ലെക്സിബിൾ ആണ്. ഇനി വരുന്നത് ഡിഡക്ഷന്റെ കാര്യമാണ്. എവിടേക്ക് നമുക്ക് ആ പ്ലാസ്റ്റിംഗ് അവോയ്ഡ് ചെയ്യണം, എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ള സ്ഥലത്ത് പ്ലാസ്റ്റിംഗ് അവോയ്ഡ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് വരയ്ക്കുക. ഇന്റേണലി നമ്മൾ അവോയ്ഡ് ചെയ്യാൻ അവിടെ ലൈൻ വരയ്ക്കാണ്ടിരുന്നാൽ മതി. എക്സ്റ്റേണലില് അങ്ങനെ പറ്റില്ല, ഡിഡക്ഷൻ ആയിട്ട് തന്നെ കൊടുക്കണം. ഓക്കെ. ഇനി കിച്ചൺ ഫിനിഷ്, കിച്ചൺ ഡാഡോ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് കിച്ചന്റെ സ്ലാബ് വരുന്ന ഏരിയ, കിച്ചൺ സ്ലാബ് ഏരിയ ആണ് കിച്ചൺ ഫിനിഷ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേര് മാറ്റാം കേട്ടോ, പക്ഷെ പേര് മാറ്റുമ്പോൾ ഇക്വേഷൻസിൽ ആ പേര് മാറ്റേണ്ടി വരും, അത്രയും ആലോചിച്ചാൽ മതി. അതുപോലെ കിച്ചന്റെ ഡാഡോ പോർഷൻ, ഡാഡോ എന്നാണ് നമ്മൾ ടൈലിംഗ് ചെയ്യുന്നതിനെ പറയുന്നത്. ഈവൻ റെഗ്നാൽസിന്റെ റെഫറൻസ് ഫയലിലായിട്ടുള്ള DAR നിങ്ങൾക്ക് അത് തന്നെയാണ് പേര് കാണാൻ പറ്റുക. ഡാഡോസ് വരുന്ന 3 സ്ഥലങ്ങളുണ്ട് ഒരു ബിൽഡിങ്ങില്. ഒന്ന് കിച്ചണില്, 2 നിങ്ങൾ ഒരു വാഷ് കൗണ്ടേഴ്സോ അല്ലെങ്കിൽ ഒരു വാഷ് റൂം, അതായത് അലക്കാൻ കാര്യങ്ങൾ ഉണക്കാനൊക്കെ വെക്കുന്ന റൂമിൽ ഫുൾ ടൈൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനത്തെ വാഷ് ഏരിയാസിൽ നമ്മൾ കൊടുക്കും. ഓക്കെ. പിന്നെ വരുന്നത് ടോയ്ലറ്റ്സിൽ, അതിനുള്ള ടോയ്ലറ്റ് ഡാഡോ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് 3 ഡിഫറെന്റ് പേരാണ്, അത് നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. കിച്ചൺ ഡാഡോ ഉണ്ട്, ടോയ്ലറ്റ് ഡാഡോ ഉണ്ട്, വാഷ് ഡാഡോ ഉണ്ട്. ഈ 3ന്റെ പേർപ്പസ് ഞാനിപ്പോ പറഞ്ഞ പോലെ കിച്ചണിൽ കൊടുക്കുന്നത് കിച്ചൺ ഡാഡോ, ടോയ്ലറ്റ്സിൽ കൊടുക്കുന്ന ടോയ്ലറ്റ് ഡാഡോ, വാഷ് ഡാഡോ. ഇത് എന്തുകൊണ്ടാണ് 3 കൊടുത്തേക്കെന്ന് വെച്ചാല് കിച്ചൺ ഡാഡോന്റെ ഹൈറ്റ് ഒരു 90 സെന്റിമീറ്റർ ഒക്കെ വരാറുള്ളൂ. ചിലപ്പോൾ അതിലും കുറവ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 100, 150 ഒക്കെ റയർ കേസാണ്. അങ്ങനെ വേരിയിങ് ആണ്. അതേസമയം ടോയ്ലറ്റ് ഡാഡോയിലാണെങ്കിൽ ഡോറിന്റെ ഹൈറ്റ് വരെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, റൂമിന്റെ ഹൈറ്റ് വരെയും ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഇതിൽ ഏതാണ് ക്ലയന്റ് പ്രിഫറൻസ് അനുസരിച്ച് അത് മാറും. സോ ഒരെണ്ണം 90, ഒരെണ്ണം 210, ഒരെണ്ണം ഇനി വാഷ് ഡാഡോ വരുവാണെങ്കിൽ അവിടെയും ഇതുപോലെ വേരിയബിൾ ആണ്. അങ്ങനത്തെ കേസിൽ ആ വാല്യൂസ്, ആ ഹൈറ്റ് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ 3 വെച്ചേക്കുന്നത്. 3ന്റെ പർപ്പസ് ഒന്നേ ഉള്ളൂ, ഡാഡോ കൊടുക്കുന്ന ഏരിയയുടെ ആ ഒരു ഏരിയയുടെ ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഹൈറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുവാണ് ടെംപ്ലേറ്റിന്റെ അകത്ത് ഇത്ര കൊടുക്കണം എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് മാറുന്നതനുസരിച്ച് ടെംപ്ലേറ്റിന്റെ അകത്ത് പോയിട്ട് ഇക്വേഷനിലൊന്ന് മാറ്റിയിട്ട് കൊടുത്താൽ മതിയാവും ഇത്രയാണ് ഹൈറ്റ് എടുക്കേണ്ടത് എന്നുള്ളത്. ഇനി വരുന്നത് പാരപ്പറ്റ് ആണ്. നമ്മൾക്ക് പാരപ്പറ്റ് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊടുക്കാം. അത് ഡ്രോയിങ് അനുസരിച്ചായിരിക്കണം ഇഷ്ടമുള്ള സ്ഥലത്ത് കൊടുക്കുന്നത്. യൂഷ്വലി എവിടെയാ കൊടുക്കുക? ടെറസിന്റെ ഔട്ട്ലൈനിലാണ് നമ്മൾ പാരപ്പറ്റ് കൊടുക്കുക. ഡക്ട് ഒക്കെ ഉണ്ടെങ്കിൽ ഡക്ടിന്റെ അവിടെ നമ്മൾ പാരപ്പറ്റ് നമ്മൾ ഡക്ട് ഒഴിവാക്കിയിട്ടായിരിക്കും പാരപ്പറ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു കട്ടിങ് വന്നിരിക്കുന്നത്. സെയിം തന്നെ ഇപ്പുറത്ത് ഡക്ട് ഉണ്ട്, അവിടെയും കട്ടിങ് കൊടുത്തിട്ടുണ്ട്, ഇവിടെയും ഡക്ട് ഉണ്ട്, അവിടെയും കട്ടിങ് കൊടുത്തിട്ടുണ്ട്. കാരണം ഡക്ടിന്റെ അകത്തോടെ ഒരു ഇപ്പുറത്തൂടെ ഒരു പാരപ്പറ്റ് പോയിട്ട് യാതൊരു കാര്യമില്ലല്ലോ, ആൾക്കാർ നടന്ന് ഡക്ടിന്റെ അകത്തോട്ട് വീണു പോയില്ലേ. അതുകൊണ്ട് ഇപ്പൊ ഓപ്പൺ ഡക്ട് ആണെങ്കിൽ, ക്ലോസ്ഡ് ആണെങ്കിൽ നമുക്ക് പിന്നെ ആ പേടി വേണ്ട, നമുക്ക് ഇങ്ങോട്ട് കയറ്റി കൊടുക്കാം. പക്ഷെ ഡക്ട് ഒരിക്കലും നമ്മൾ ക്ലോസ്ഡ് ആയിട്ട് വെക്കത്തില്ലല്ലോ, പിന്നെ അതുകൊണ്ടൊരു യാതൊരു ഉപകാരം കിട്ടത്തില്ലല്ലോ. ഓപ്പൺ ഡക്ട് ആയിരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അവിടെ അത് ഒഴിവാക്കിയിട്ടായിരിക്കും പാരപ്പറ്റ് കൊടുക്കുക. അപ്പൊ ആ പാരപ്പറ്റിന്റെ ഔട്ട്ലൈൻ കൊടുക്കാം. ഇനി ബാൽക്കണീസിൽ നിങ്ങൾക്ക് പാരപ്പറ്റ്, അതായത് ബ്രിക്ക് മേസണറി യൂസ് ചെയ്യുന്ന പാരപ്പറ്റ് ആണ് ഈ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് ഒരു 15 സെന്റിമീറ്റർ തിക്നെസ് ഉള്ള ഒരു ബ്രിക്ക് മേസണറി പാരപ്പറ്റ്, ഒരു 90 സെന്റിമീറ്റർ അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു ഹൈറ്റ്, അത് നിങ്ങൾക്ക് ഇൻപുട്ട് ചെയ്യാവുന്ന ഒരു ഹൈറ്റ് ആണ്. ഹൈറ്റിൽ ഒരു പാരപ്പറ്റ് കൺസിഡർ ചെയ്യണം എന്നാണെങ്കിൽ അതിന് ഇത് യൂസ് ചെയ്യാം. അതല്ല ഹാൻഡ് റെയിലിങ്സ് ആണെങ്കിൽ ഈ പാരപ്പറ്റിന്റെ ഇത് കൊണ്ട് വരച്ചു വെക്കരുത്, അത് നിങ്ങൾ മാനുവലി കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കേണ്ടി വരും. കാര്യം അത് തൽക്കാലം അത് ഇക്വേഷനിൽ ആഡ് ചെയ്ത് വെച്ചിട്ടില്ല. വേണമെങ്കിൽ നമുക്ക് അതൊരു ക്യാഡ് യൂട്ടിലിറ്റി ആയിട്ട് ആഡ് ചെയ്ത്, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇക്വേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കുമ്പോൾ കൂട്ടത്തിൽ നിങ്ങൾക്ക് അതൊന്ന് പരീക്ഷിച്ചു നോക്കാം. അപ്പൊ നിങ്ങൾ അതും പഠിക്കൂ കേട്ടോ. അതായത് എങ്ങനെ ഇക്വേഷൻസ് ഉണ്ടാക്കുന്നത്, എങ്ങനെ ടെംപ്ലേറ്റ് സെറ്റ് ചെയ്യുന്നത്, റേറ്റ് അനാലിസിസ് എങ്ങനെ എസ്റ്റിമാറ്റ്സിൽ ആഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള പ്രോഗ്രാമിംഗ് സൈഡിലോട് കണക്ട് ചെയ്ത മാത്തമാറ്റിക്കൽ AI കണക്ട് ചെയ്തേക്കുന്ന കാര്യങ്ങളും കുറച്ച് നിങ്ങൾ പഠിക്കും. അതായത് ജസ്റ്റ് സ്കാൻ ചെയ്യാൻ മാത്രമല്ല, ഇതിന്റെ ഫുൾ വർക്കിംഗ് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ പഠിക്കും. പിന്നെ വരുന്നത് പ്ലിന്ത് ആണ്. അതായത് നമ്മൾ ഫ്ലോറിംഗ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്ലിന്ത് വരയ്ക്കുന്നത്. നമ്മളപ്പോ ഫുൾ പ്ലിന്ത് ലെവലിൽ വരുന്ന ഫുൾ ഏരിയയും കണക്ട് ചെയ്താണ് പ്ലിന്ത് ലൈൻ വരയ്ക്കുക. പ്ലിന്ത് ലൈൻ കറക്റ്റ് മനസ്സിലാവും നിങ്ങൾക്ക്. പ്ലിന്ത് ബീമിന്റെ ഔട്ട്ലൈൻ ആണ് പ്ലിന്ത് ലൈൻ. ഇതിന്റെ ഒരു കോപ്പി തന്നെയായിരിക്കും നമ്മൾ ബിൽഡിങ്ങിന്റെ അകത്ത് വരച്ചു കൊടുക്കുക. 2 കോപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്, അതെനിക്ക് സ്കാൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി വെച്ചതാണ്.
കാര്യം ഇത് ഞാൻ ഫൗണ്ടേഷനിലാണ് സ്കാൻ ചെയ്യുന്നത്. അപ്പൊ അവിടെ എനിക്ക് പ്ലിന്തിന്റെ ക്വാണ്ടിറ്റി എടുക്കണം പ്ലാസ്റ്ററിങ്ങിന്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ട്. അതേസമയം എനിക്കിപ്പോ ഇവിടെ ഫ്ലോറിങ്ങിന്റെ ക്വാണ്ടിറ്റി എടുക്കണം. അവിടെയും ലൈൻ സെയിം ആണ്, പക്ഷെ ക്വാണ്ടിറ്റി ഡിഫറെന്റ് ആണ്. ഇവിടെ ഏരിയ വേണ്ടെങ്കിൽ അവിടെ പെരിമീറ്റർ എടുക്കണ്ടേ. രണ്ട് കൺസിഡറേഷനിൽ രണ്ട് ഡിഫറെന്റ് പേർപ്പസിനായതുകൊണ്ട് ഞാൻ കോപ്പി ഇട്ടുന്നേ ഉള്ളൂ. ഒരിടത്ത് വരച്ചാലും യാതൊരു പ്രശ്നമില്ല. 2 തവണ ഡിഫറെന്റ് സ്ഥലത്ത് സ്കാൻ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ വരുന്നത് കോമ്പൗണ്ട് വാള്. ഇത് പുതിയൊരു അഡീഷനാണ്. അതായത് ക്ലയന്റിന് കോമ്പൗണ്ട് വാളിന്റെ ക്വാണ്ടിറ്റി കൂടി കിട്ടണം. അതങ്ങനെ റിപ്പറ്റേറ്റീവ് റിക്വസ്റ്റ് ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതൊരു ക്യാരി യൂട്ടിലിറ്റി ആയിട്ട് ഇട്ട് വെച്ചാൽ പിന്നെ വരച്ചു കൊടുത്ത ക്വാണ്ടിറ്റി അതിന് കാൽക്കുലേറ്റ് ആക്കി കിട്ടുമല്ലോ, പിന്നെ മാനുവലി അതിനെടുക്കാൻ പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് പുതിയൊരു അഡീഷൻ ആണ്. കോമ്പൗണ്ട് വാൾ ഇല്ലെങ്കിൽ വരച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. എന്റെ ഡ്രോയിങ്ങിൽ കോമ്പൗണ്ട് വാൾ ഇല്ല. അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോമ്പൗണ്ട് വാൾ ലെയറിൽ ഒരെണ്ണം വരച്ചിട്ടാലും പ്രശ്നമില്ല. വരയ്ക്കുമ്പോൾ ലെയറിന്റെ നെയിം ഈ സെയിം നെയിം വേണമെങ്കിൽ ഇവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊണ്ടുപോയാലും കുഴപ്പമില്ല, സ്പെല്ലിംഗ് വിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വരുന്നത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടെറസ് വാട്ടർ പ്രൂഫിംഗ് ആണ്. ടെറസ് വാട്ടർ പ്രൂഫിംഗ് ടെറസ് ഏരിയയിൽ നമ്മൾ സ്ലിപ്പ് ആവാ ലൈക്ക് വാട്ടർ അകത്തേക്ക് ബിൽഡിങ്ങിനകത്തേക്ക് അല്ലെങ്കിൽ സ്ലാബ് പെൻട്രേറ്റ് ചെയ്ത് അകത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. ഓക്കെ, ടെറസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ടെറസ് സ്ലാബിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. അത് നിങ്ങൾക്ക് ബാൽക്കണീസിൽ കൊടുക്കണമെങ്കിലും കൊടുക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. നിങ്ങളുടെ ബിൽഡിങ്ങിൽ ഇപ്പോൾ 1-2 നിലയുണ്ട്, ബാൽക്കണീസ് ഒക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് CAD യൂട്ടിലിറ്റീസ് വരുന്നത്. ഇത് വെച്ച് ഞാൻ ഇന്ന് ടോപ്പിക് നിർത്തുവാണ്. ഇത്രയും നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. എന്നിട്ട് നാളെ നമ്മൾ പാരാമീറ്റേഴ്സ് കാണാം. ഇതിനകത്ത് കുറച്ച് ഡീഫോൾട്ട് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ ടെംപ്ലേറ്റിന് മാത്രം ഉള്ളതാണ്. നിങ്ങൾ പഠിപ്പിക്കാൻ പോകുന്ന ടെംപ്ലേറ്റിന്റെ അകത്തുള്ള പാരാമീറ്റേഴ്സ് ആണ് ഇതൊക്കെ. ചിലപ്പോൾ വേറെ ടെംപ്ലേറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡിഫോൾട്ട് പാരാമീറ്റേഴ്സ് അവിടെ ഫുൾ കാലിയായിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ അവിടെ പാരാമീറ്റേഴ്സ് എൻട്രി ചെയ്യണ്ട എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് എൻട്രി ചെയ്യേണ്ട പാരാമീറ്റേഴ്സിന് ഒരു ഡീഫോൾട്ട് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതല്ലാണ്ട് നിങ്ങൾ എൻട്രി ചെയ്യേണ്ട വാല്യൂസും വരാറുണ്ട്. ഇപ്പൊ സൺഷെയ്ഡിന്റെ വിഡ്ത്ത് നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ മാറ്റാം, പെഡസ്റ്റലിന്റെ ഹൈറ്റ് മാറ്റണമെങ്കിൽ മാറ്റാം. ഇതെന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഞാൻ നെക്സ്റ്റ് വിത്ത് ഇമേജ് പറഞ്ഞുതരാം. പിന്നെ ഇവിടെ ബീം ഡെപ്ത് എന്ന് പറയുന്നത് പ്ലിന്ത് ബീമിന്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ്, അല്ലാണ്ട് പ്രൊജക്റ്റിലെ ബീമിന് വേണ്ടിയിട്ടല്ല. പിന്നെ വരുന്നത് അത് നമ്മൾ ഡീഫോൾട്ട് ബീം ഡെപ്ത് ആയിട്ടും എടുക്കാറുണ്ട് പല കാൽക്കുലേഷൻസിന് വേണ്ടിയിട്ടും. പിന്നെ പീസസ് തിക്നെസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാം. കുറച്ച് അധികം ഉള്ളത് കൊണ്ടാണ് ഞാൻ അത് ഇന്ന് എടുക്കണില്ല എന്ന് പറയുന്നത്. ഞാൻ എന്തായാലും ഈ വാല്യൂസ് നിങ്ങൾക്ക് അയച്ചിട്ടേക്കാം, വായിച്ചു നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുവാണെങ്കിൽ നാളെ ഡിസ്കസ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്ത ഏതെങ്കിലും ഒരു കാറ്റഗറി ഉണ്ട് എന്നുള്ള കേസ് ആണെങ്കിൽ നാളെ ഡിസ്കസ് ചെയ്യാം. ഞാനൊരു സാമ്പിൾ ഓട്ടോകാഡ് ഫയലും അയച്ചു തന്നേക്കാം, ഈ CAD യൂട്ടിലിറ്റീസ് വരാം. ഇത് അയച്ചു തരുന്നതിന്റെ മെയിൻ ഉദ്ദേശം ഇത്രേ ഉള്ളൂ, നിങ്ങൾ ഇപ്പോഴേ തന്നെ ഡ്രാഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം. ഓൾറെഡി നേരത്തെ തന്നതാണ് ഡ്രോയിങ്സ് എല്ലാവർക്കും. സോ ആ ഡ്രോയിങ്സ് വെച്ചിട്ട് നിങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യുക. ഡ്രാഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും വരയ്ക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് പറഞ്ഞത്, അത്രയും മാത്രം വരച്ചാൽ മതി. ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ വരച്ചില്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. അത്രയും വരയ്ക്കുക. BC ലേഔട്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കുക. ആ BC ലേഔട്ട് തന്നെയാണ് നിങ്ങളുടെ ഫസ്റ്റ് അസൈൻമെന്റ്. അത് വെച്ചിട്ടാണ് നിങ്ങൾ ഈ ടാബ്സ് ചെയ്യുന്നതും ഈ ടാബ്സിന് റിസൾട്ട് എടുക്കുന്നതും PBS ചെയ്യുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡ്രാഫ്റ്റിംഗ് നിങ്ങൾ എത്രയും വേഗം സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് അത് കറക്റ്റ് ചെയ്ത് കാണിക്കാൻ നോക്കുക. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അയക്കുക, അത് ക്ലിയർ ചെയ്യുക, കറക്ഷൻ വാങ്ങിക്കുക. എന്നിട്ട് മാത്രം എസ്റ്റിമേഷനിലേക്ക് പോയാൽ മിനിമം ടൈമിൽ നിങ്ങൾക്ക് എസ്റ്റിമേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താ പറ്റുക, ഡ്രാഫ്റ്റിങ്ങിലുള്ള കറക്ഷൻ ചെയ്യുക, എസ്റ്റിമേഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അയക്കുന്നെങ്കിൽ ഡ്രാഫ്റ്റിങ്ങിലെ കറക്ഷൻസ് പറഞ്ഞു തരുന്ന കൂടുതൽ രണ്ടാമതും മൂന്നാമതും നാലാമതൊക്കെ നിങ്ങൾ എസ്റ്റിമേഷൻ ചെയ്യേണ്ടി വരും. അത് അവോയ്ഡ് ചെയ്യാൻ ബെറ്റർ നിങ്ങൾ ഡ്രാഫ്റ്റിംഗ് ചെയ്തിട്ട് ആ ഫയല് എനിക്ക് അയച്ചു തരുവാണെങ്കിൽ ചെക്ക് ചെയ്ത് തിരിച്ചു തരാം. അതിന് ബേസ് ചെയ്തിട്ട് നിങ്ങൾ എസ്റ്റിമേഷനിലേക്ക് പ്രൊസീഡ് ചെയ്യുക. ഓക്കെ, സോ താങ്ക് യു ഓൾ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും ചോദിക്കണം, എന്തെങ്കിലും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കാം, എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.
സോ താങ്ക് യു ഓൾ. ഞാൻ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്യാണ്. നാളെ കാണാം.